നമസ്കാരം. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, പഴയ പരമ്പരയിൽപ്പെട്ട വ്യക്തിത്വങ്ങൾ. അവരാണ് ഈ ലോകത്തിന് ജ്ഞാനമാർഗം സമ്മാനിച്ചത്. ലോകത്തിനാകെ ചിന്തകൾ പകർന്നു കൊടുക്കുന്നതിൽ ഗ്രീക്ക് തത്വചിന്തകന്മാർക്കടക്കമുള്ള തത്വചിന്തകന്മാർക്ക് എല്ലാം വിജ്ഞാനശാഖ പകർന്നു കൊടുക്കുന്നതിൽ ഭാരതത്തിന് വലിയ പങ്കുണ്ട്. ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് തത്വശാസ്ത്രങ്ങളുടെയും തത്വചിന്തകളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ്. കേവലം കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് കൊണ്ട് മാത്രമല്ല. സാങ്കേതികവിദ്യ കുറച്ച് കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് തരുന്നത് കൊണ്ടോ രൂപകൽപ്പന ചെയ്ത് നമുക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നതും മനുഷ്യ ചിന്തകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇനി ശാസ്ത്രജ്ഞന്മാരായാലും സാങ്കേതിക വിദഗ്ധരായാലും അവരും വലിയ ശാസ്ത്രജ്ഞനും വലിയ സാങ്കേതിക വിദഗ്ധരും ആത്മീയവാദിയാണ്, അല്ലെങ്കിൽ ആത്മീയക്കാരനാണെന്നാണ് എൻ്റെ വാദം. കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ദിവസങ്ങളോളം അവർ മനനം ചെയ്ത് ശരി തെറ്റുകളുമായി മല്ലടിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം രാവിലെ എണീറ്റ് ഞാൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് മനസ്സും അടച്ചു വെച്ചിട്ട് മനസ്സിലകത്തേക്കൊന്നും കടത്താതെ, ചിന്തകളിലേക്കൊന്നും കടത്താതെ, ബോധമണ്ഡലത്തിലേക്കൊന്നും കടത്തിവിടാതെ കൈകൊണ്ടും കാലുകൊണ്ടും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. നിലവിലുള്ള ഓരോ വസ്തുക്കളിൽ നിന്നും പുതിയ ചിന്തകളിലേക്ക്, ആപേക്ഷിക ചിന്തകളിലേക്ക്, സ്വതന്ത്ര ചിന്തയൊന്നുമില്ല. ഇല്ലായ്മയിൽ നിന്ന്, ഇല്ലാത്ത വസ്തുക്കളിൽ നിന്നൊരു ചിന്തയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതൊക്കെ വെറുതെ ഉഡായിപ്പ് പറയുന്നതാണ്. സ്വതന്ത്ര ചിന്താഗതിക്കാർ, ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സ്വതന്ത്ര ചിന്തയാണ് ഞങ്ങൾക്ക്. അങ്ങനെ സ്വതന്ത്രമായ ചിന്തയൊന്നുമില്ല, ആപേക്ഷിക ചിന്തയാണുള്ളത്. അതായത് ഉള്ള വസ്തുക്കളിൽ നിന്ന് അതുണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണമാണ്. ഉള്ള വസ്തുക്കളല്ല, ഒന്നിൽ ഒരു കാര്യം, അത് ചിന്തയാകട്ടെ, വസ്തുക്കളാകട്ടെ, നമ്മളുടെ ഘടകങ്ങൾ, ഓരോ ഉള്ള ഘടകങ്ങളാകട്ടെ, ഒന്നിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ മറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂ, അല്ലാതെ ചിന്തിക്കാൻ പറ്റൂ. അതായത് ഒരു റിലേഷനും ഇല്ലാതെ ഒരു സ്വതന്ത്രമായ ചിന്തയില്ല. അങ്ങനെ സ്വതന്ത്രമായി ചിന്തിച്ചതുകൊണ്ട് നിലനിൽക്കാനും കഴിയില്ല. അപ്പോൾ ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറയുന്നത് അത് ആളുകളെ ഒരു വാക്കുകളുടെ കേട്ടാൽ സുഖമുള്ളൊരു വാക്ക് കൊണ്ട് സ്വതന്ത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒന്നിനോടും ബാധ്യതയില്ലാത്ത, ഒന്നിനോടും പിന്നെ ബോണ്ടേജ് ഇല്ലാത്ത, വളരെ സ്വതന്ത്രമായി സ്വതന്ത്രമായി നിന്ന് ചിന്തിക്കുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. നിലവിലുള്ള ഒന്നിൻ്റെ ആശയങ്ങളോടോ ചിന്തകളോടോ പോസിറ്റീവായോ നെഗറ്റീവായോ റിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് പുതിയ ചിന്തകളിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അല്ല, പോകാൻ പ്രയാസമാണ്. ഉണ്ടോ ഇല്ലയോ, ശരിയാണോ തെറ്റാണോ എന്നുള്ള ആലോചനയിൽ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് ചിന്തിച്ച് പോകുന്നതിൻ്റെ ജ്ഞാനമാർഗം ഉണ്ടാക്കുന്നതിൽ ഭാരതീയർ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. അത് ഓരോ മനുഷ്യൻ്റെയും വ്യക്തിജീവിതത്തെ, ഒരു കുഞ്ഞിൻ്റെ ജന്മം മുതൽ മരണം വരെയും, ജനിച്ച് വളർന്ന് കുട്ടിയായി വളർന്ന് വയസ്സായി, അല്ലെങ്കിൽ പിന്നെ ദീർഘകാലം ജീവിച്ചതിന് ശേഷം മരിച്ചു പോവുകയും പിന്നെ മരണത്തിന് ശേഷം പുനർജന്മവും, ആ ഓരോ കാലഘട്ടത്തിൽ എങ്ങനെ പോകണമെന്നുള്ളതിൻ്റെ വിജ്ഞാനശാഖ വരെ വികസിപ്പിച്ചിട്ടുണ്ട് ഭാരതത്തിൽ. അതുപോലെ തന്നെ പിന്നെ അതിനേക്കാൾ പ്രധാനം, ഇപ്പോൾ ഇടയ്ക്ക് വലിയ വിവാദം നടന്നൊരു കാര്യമാണ് വിമാനം കണ്ടുപിടിച്ചതാര്. തീർച്ചയായിട്ടും റൈറ്റ് സഹോദരന്മാർ തന്നെയാണ് വിമാനം ഭൗതികമായി ഉണ്ടാക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ കണ്ടുപിടിച്ചത് അവർ തന്നെയാണ്. പക്ഷേ വിമാനം എന്ന് പറയുന്ന ആശയം ഭാരതത്തിലുണ്ടായിരുന്നു. പുരാണങ്ങളിൽ പുഷ്പവിമാനത്തെക്കുറിച്ചും തേരിലേറിപ്പോയെക്കുറിച്ചും അസ്ത്രങ്ങൾ അയച്ചതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ആകാശത്തൂടെ അസ്ത്രങ്ങൾ അയച്ചിരുന്നു, ആകാശത്തൂടെ ശൂന്യതയിൽ കൂടെ അസ്ത്രങ്ങൾ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു തരം വിമാനം പറക്കൽ പോലാണ്. വിമാനം എന്ന് പേരിട്ടിട്ടില്ലായിരുന്നു, ഫ്ലൈറ്റ് എന്ന് പേരിട്ടിട്ടില്ലായിരുന്നു, അതിന് നിയതമായ രൂപമില്ലായിരുന്നു, ചിറകില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പുഷ്പക വിമാനം, അങ്ങനെ ഒരു കൺസെപ്റ്റ് എഴുതിയിരുന്നു. ഭാരതത്തിലെ പുരാണങ്ങളിൽ പുഷ്പവിമാനത്തിൽ കയറിപ്പോയ കൺസെപ്റ്റ് എഴുതിയിരുന്നു. അത് കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തത് റൈറ്റ് സഹോദരന്മാരാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്ത ഭാരതത്തിലുണ്ടായിരുന്നു, തുടങ്ങിയത് ഭാരതത്തിലാണ്. അപ്പോൾ അതാരെങ്കിലും പറയുന്ന ആളിനെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ചിന്ത ഭാരതത്തിലെ ശാസ്ത്രകാരന്മാരിൽ, അല്ലെങ്കിൽ പുരാണം എഴുതിയവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ കവികളുടെ മനസ്സിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ കാലനില്ലാത്ത കാലത്തെക്കുറിച്ച് സങ്കല്പിക്കുന്നത് പോലെ അതൊരു സങ്കല്പമായി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിമാനത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട്, ഇപ്പോൾ ആയുർവേദം,
ഭാരതത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സിദ്ധ, ആയുർവേദ, പിന്നെ അതുപോലെ തന്നെ പാരമ്പര്യ ചികിത്സാ രീതികൾ, ഇതെല്ലാം ഇവിടെ ഉണ്ടായി വന്ന വിജ്ഞാന ശാഖകളാണ്. പിന്നെ മാത്തമാറ്റിക്സ് എടുത്താൽ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളെടുത്താൽ ആ വിഷയങ്ങളിലെല്ലാം മുനിമാർ, ആചാര്യന്മാർ ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് പുതിയ പുതിയ സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും ഒക്കെ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരതത്തിൽ. അപ്പോൾ അതുകൊണ്ട് വിജ്ഞാനശാഖ രൂപപ്പെടുത്തുന്നതിൽ, ജ്ഞാനശാഖ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ഭാരതത്തിലെ ഋഷിമാർക്കും അതുപോലെ തന്നെ ആചാര്യന്മാർക്കുമെല്ലാം വലിയ പങ്കുണ്ട്. പക്ഷെ അവർ കൂടുതലും അന്വേഷിച്ചിരുന്നത് ഭൗതികമായ ഓരോ വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിനുപരിയായി കൂടുതലും അന്വേഷിച്ചിരുന്നത് ഈ ഭൗതിക വസ്തുക്കൾ നേടിയാലും മനുഷ്യൻ എങ്ങനെയാണ് കൂടുതൽ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ള അന്വേഷണമായിരുന്നു കൂടുതൽ വ്യക്തികളെ നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജ്ഞാനമാർഗം വികസിപ്പിക്കുന്നത്, ജ്ഞാന വഴി വികസിക്കുന്നത് ഭാരതത്തിൽ നിന്നാണ്. ഇപ്പം പിന്നെ ചരകനെക്കുറിച്ചും സുശ്രുതനെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചും ഒക്കെ, ആയുർവേദത്തിലെ ഡോക്ടർമാർ, അന്നത്തെ ഭിഷഗ്വരന്മാരെക്കുറിച്ചും ആചാര്യന്മാരെക്കുറിച്ചൊക്കെ ഒരുപാട് ലിറ്ററേച്ചറുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാരതത്തിൽ അങ്ങനെ ഒരു ജീവിത സമ്പ്രദായം, ജീവിത രീതി വികസിപ്പിച്ചിരുന്നു. ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളുടെയും ആശയതലത്തിൽ, ചിലപ്പോൾ അത് കഥയുടെ രൂപത്തിലായിരിക്കും, പുരാണത്തിൻ്റെ രൂപത്തിലായിരിക്കും, സങ്കല്പങ്ങളുടെ രൂപത്തിലായിരിക്കും ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആശയത്തിൻ്റെ രൂപത്തിലുള്ളതിൻ്റെ പേറ്റൻ്റ് ആശയക്കാർക്കും രൂപകൽപ്പന ചെയ്തവരുടെ പേറ്റൻ്റ് രൂപകൽപ്പന ചെയ്തവർക്കും കൊടുക്കാം. അങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മൾ. അല്ലാതെ രണ്ടു കൂട്ടരും കൂടി വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ തരത്തിൽ ഭാരതത്തിൽ വലിയ ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെയാണ് ഇവരെല്ലാം അങ്ങനെ സഞ്ചരിക്കുവാനുള്ള ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു വഴി തുറക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അവരും ഭാരതത്തിൽ ഋഷീശ്വരന്മാരാകട്ടെ, ആചാര്യന്മാരാകട്ടെ, ഗുരുക്കന്മാരാകട്ടെ ഉണ്ടുറങ്ങി കൊടുത്ത് സന്താനോൽപാദനത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മചര്യമൊക്കെ നിർവഹിച്ച്, അതെങ്ങനെയായാലും വിവാഹമില്ലാത്ത ജീവിതം ഉണ്ടല്ലോ, രണ്ടും ഉണ്ടല്ലോ ഭാരതത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കാലം കഴിച്ച് അങ്ങ് പോയിരുന്നെങ്കിൽ ഈ ശാഖകളൊന്നും വികസിക്കാൻ പോകുന്നില്ല, ഈ രീതികളൊന്നും ചിന്തിക്കാനും പോകുന്നില്ല. പക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ, മനുഷ്യരിങ്ങനെ ചിന്തിച്ചതിന്, അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഭാരതത്തിലുള്ള അവർക്ക് ഉണ്ടായിരുന്നു. വലിയ രൂപത്തിലുള്ള പങ്കുണ്ടായിരുന്നു. ആ പങ്കിൽ നിന്നാണ് ആ വിജ്ഞാനശാഖ അങ്ങനെ. അത് പക്ഷേ അതിൻ്റെ രൂപം വേറെ ആയിരിക്കാം, ഭാവം വേറെ ആയിരിക്കാം. ഇന്നത്തെ പോലുള്ള വ്യവസ്ഥാപിതമായിരിക്കണമെന്നില്ല. കൂടുതലും ചിന്തകളാണ്, കൂടുതലും ആശയങ്ങളാണ്, കൂടുതൽ സങ്കല്പങ്ങളാണ്, ദർശനങ്ങളാണ്. അത് ശരിയാണ്. ദാർശനിക തലത്തിലാണ് കൂടുതൽ നടന്നിട്ടുള്ളത്. കാരണം അങ്ങനെയല്ലേ അത് കഴിയുകയുള്ളൂ. ആ കാലഘട്ടത്തിൽ ലോകത്തെല്ലാം അങ്ങനെയല്ലേ കഴിയുകയുള്ളൂ. അപ്പോൾ ഭൂമി ഉരുണ്ടതാണ്, അല്ലെങ്കിൽ പിന്നെ ഭൂമി പരന്നതാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആദ്യം വരുന്ന ദാർശനിക തലത്തിലാണല്ലോ. പിന്നെയാണല്ലോ അത് ഒരുപാട് പഠനങ്ങളും പ്രായോഗിക ചിന്തകളൊക്കെ പിന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ ശക്തികളെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ രീതികളെക്കുറിച്ച്, പ്രപഞ്ചം എന്താണ്, എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച്, മാറ്ററിനെക്കുറിച്ച്, എനർജിയെക്കുറിച്ച്, സ്പേസിനെക്കുറിച്ച് ഒക്കെ വളരെ ഗൗരവമായി ഭാരതത്തിൽ അന്വേഷിച്ചത്. ഇപ്പോൾ ആകാശം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആകാശം? സ്പേസാണ്. ഭൂമി, മാറ്ററിനെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ വെള്ളം, അതുപോലെ അഗ്നി, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രതിപ്രവർത്തനങ്ങൾ, ഇതൊക്കെ വലിയൊരു വിജ്ഞാന ശാഖയല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള ചിന്തകൾ ഭാരതത്തിൽ ഡെവലപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ വലിയ രൂപങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആശയതലത്തിൽ, ദാർശനിക തലത്തിൽ ധാരാളം കാര്യങ്ങൾ ഭാരതത്തിൽ നടന്നിരുന്നു. ചില കാര്യങ്ങളിൽ പ്രായോഗികമായി കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഈ ആരോഗ്യം പോലുള്ള കാര്യം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് അതായിരുന്നു അന്നത്തെ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് അനുസരിച്ചാണ് പല ശാസ്ത്രശാഖകളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ ഡിമാൻഡ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ ചൂഷണവും, ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ മറ്റൊരാളിനെ ഉപദ്രവിക്കാനും ചൂഷണം ചെയ്യാനും ഒക്കെ ഉള്ള വലിയ രൂപത്തിലേക്ക് യുദ്ധോപകരണങ്ങളും മറ്റു കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ രീതിയിലല്ല പോയത്. അതേസമയം ഈ പിന്നെ പറയുന്ന പല യുദ്ധോപകരണങ്ങളുടെയും പ്രാഥമിക രൂപങ്ങൾ, അല്ലെങ്കിൽ ചിന്തകൾ, ആശയങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അന്നും യുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ധർമ്മയുദ്ധമൊക്കെ ഉണ്ടല്ലോ. ധർമ്മ പുനഃസ്ഥാപനത്തിനൊക്കെ വേണ്ടിയുള്ള യുദ്ധങ്ങളൊക്കെ പറയുന്നുണ്ട് ഭാരതത്തിൽ. ആ പറയുന്നതിൽ ആയുധങ്ങളൊക്കെ പലതും ഉപയോഗിച്ചതായി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആശയതലം എന്തായാലും ഇവിടെ ഉണ്ട്. അത് ഒരു ജ്ഞാനമണ്ഡലമാണ്, വിജ്ഞാനമണ്ഡലമാണ്. അവിടെ നിന്നാണ് ലോകത്താകെ അങ്ങനെ ഒരു ചിന്ത തന്നെ. കാരണം
ഏറ്റവും മുന്നിലുള്ള ഒരു സംസ്കാരം, മുമ്പേ ഉള്ള ഏറ്റവും പഴമയുള്ള അല്ലെങ്കിൽ പഴയ ഒരു സംസ്കാരം എന്നുള്ള നിലയിൽ അത് പലതും ലോകത്തിന് കൈമാറി വന്നത് ഈ ഭാരതത്തിൻ്റെ ഇപ്പം നാളന്ദ, തക്ഷശില എന്നൊക്കെ പറയുന്ന സർവകലാശാലകൾ തന്നെ നമുക്കുണ്ടായിരുന്നല്ലോ. അവിടെയെല്ലാം വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരം തന്നെ ഉണ്ടായിരുന്നു. അവിടെ പലപ്പോഴും മുനിമാരും ആചാര്യന്മാരും ഋഷിമാരുമൊക്കെ ആയിരുന്നു പഠിപ്പിച്ചിരുന്നതും പഠിച്ചിരുന്നവരുമൊക്കെ. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ, ഇപ്പോൾ ചൈന, ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഭാരതത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജ്ഞാനശാഖ ഭാരതത്തിൽ ഉണ്ടായില്ല എന്ന് പറയുന്നതോ ഒന്നും ശരിയല്ല. അത് ഋഷീശ്വരന്മാരും ആചാര്യന്മാരും ഗുരുക്കന്മാരുമാണ് അതിൻ്റെ പ്രാഥമികമായി ഇതൊക്കെ തുടങ്ങുകയും ഇങ്ങനെ ഒരു ചിന്താ പദ്ധതി ഭാരതത്തിനും ലോകത്തിനും കൊടുത്തത്.